ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ടാം ഘട്ട ടാസ്ക്കാണ്. ടാസ്കിൻ്റെ പേര് കറക്കും തളിക എന്നുള്ളതാണ് ടാസ്കിൻ്റെ പേര് വരുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് എവിടെയാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെ ഒന്ന് കറക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായിട്ട് വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഓരോരോ കണ്ടസ്റ്റൻസിനും അവർക്ക് അനുയോജ്യമായിട്ടുള്ള പെഡസ്റ്റൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 പെഡസ്റ്റൽസ് ആണ് ഉള്ളത്. അതിനുശേഷം നോക്കുവാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടും കുറച്ചധികം തന്നെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സർക്കിൾ ലെവലിലാണ് ഇരിക്കുന്നത്. പസിൽസ് പോലെ കുറച്ചധികം തന്നെ കാർഡ്സ് നമുക്ക് ഈ ഒരു ടിക്കറ്റ് ഫിനാലയുടെ ഒരു കാർഡ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പിലുള്ള കുറച്ച് കാർഡ്സ് അവിടെ ഇങ്ങനെ പൊട്ടിപ്പൊളിച്ചിട്ടിട്ടുണ്ട്. അത് അടുക്കി വെക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുക്കി വെക്കുന്ന സമയത്ത് ഒരേ രീതിയിലുള്ള നമ്പേഴ്സ് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ലിവിങ് ഏരിയയിൽ ഇരുന്ന് തന്നെയാണ് ചില കണ്ടസ്റ്റൻസ് തുറക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇങ്ങനെ ഓരോരോ കണ്ടസ്റ്റൻസും ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇതിന് ചുറ്റും കിടന്ന് കറങ്ങുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനുശേഷം ചിലപ്പം ഈ ഒരു നമ്പർ കിട്ടിയത് 3 ആണോ അല്ലെങ്കിൽ 8 ആണോ അല്ലെങ്കിൽ 2 ആണോ 9 ആണോ 5 ആണോ, ഇത് പസില് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 5 റൗണ്ട് കറങ്ങിയതിന് ശേഷം നിങ്ങൾ അതുകൊണ്ട് അവിടെ കൊണ്ട് വെക്കുമെന്നോ 3 തവണ കറങ്ങിയതിന് ശേഷം അങ്ങനെ കൊണ്ട് വെക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തന്നെ ഞാൻ പറയുന്ന പൊട്ടത്തരമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേങ്കിൽ നമുക്ക് പ്രൊമോ കാണുന്ന സമയത്ത് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം എവിഡൻ്റ് ആയിട്ടൊന്നും പറയുന്നില്ല, കുറച്ച് ട്യൂണ് മാത്രം കേൾപ്പിക്കുന്നേ ഉള്ളൂ. സോ ഇതാണ് പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. വിദഗ്ധർക്ക് അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കിടലമായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. കറക്കം തെളിയുക, നല്ല രീതിയിൽ തന്നെ കറക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റുമായി ഉടൻ തന്നെ നമ്മൾ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും.